ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാം? ഞാൻ കേട്ടോ, നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ. നിർത്തി, ഒരു സെക്കൻഡ് നിർത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായെന്ന് പറയാൻ എന്ത് പ്രൂഫ് ഉണ്ട്? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ട നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രുവുണ്ട് ഇവിടെ. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ എന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്കിതില്ല. മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ സമരം വരും അങ്ങനെയൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങള് വരുന്നത്. അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത്, ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ല, ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ്, ഒരു പടക്കം തോളിലിട്ടുകൊണ്ട് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ അപ്പൊ കയറൂ. നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി. അല്ല ചേട്ടാ 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 ധ്യാൻ ചേട്ടാ പരിപാടി ഞാൻ ഈ പരിപാടി കുറച്ച് വരെ കാണുന്ന ചേട്ടനിപ്പോ കപ്പൽ നിങ്ങൾ കാരണം എന്റെ ഓടിയ ഒരു പടം പറഞ്ഞാലും എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാമത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു തിരക്കഥയുള്ള പടം ഓടിയിട്ടുണ്ട്. ഏത് ചേട്ടൻ ഏത് നല്ല തിരക്കഥ എഴുതിയിട്ടുണ്ട്? പൊട്ടിയ പടം പറ, പൊട്ടിയ പടം പറ. നീ തോറ്റുപോകും എന്റെ മുന്നിൽ. ഇല്ലില്ല, തോറ്റുപോകില്ല ചേട്ടാ. ചേട്ടാ, കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല, കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയത്തിൽ എന്തിനാ ഞങ്ങളെ അല്ലല്ല ചോദ്യം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ചോദ്യം ഫിനിഷ് ചെയ്തോട്ടെ. അതായത് കപ്പൽ മുതലാളി താരതമ്യേന നല്ല പടമാണ്. നിനക്ക് ഇഷ്ടമായ അത് നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമില്ല പടം. അത് കുഴപ്പമില്ല. പക്ഷെ 21 ഗ്രാംസ് താരതമ്യേന നല്ല പടം. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെന്നല്ല പറയുന്നത്. കപ്പൽ മുതലാളി ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല. അത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പോയിന്റ് ഒന്ന് കേക്ക്. എന്റെ പോയിന്റ്. കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം. കുറച്ചുപേര് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും പൊട്ടിയിട്ടില്ല. പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ വരാത്ത പടങ്ങൾ ഒരുപാട് ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുള്ളൂ. പിന്നെ എന്റെ ഒരു അഭിപ്രായം, മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയാണ്, ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കൂലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ്. അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ. മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടതെന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഒരു സിനിമക്കാരനാവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഇപ്പൊ കപ്പൽ മുതലാളി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാരടി ചേട്ടന് കിട്ടി? കപ്പൽ മുതലാളി കഴിഞ്ഞു, എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാരടി ചേട്ടന്? സൈഡ് റോളിലോട്ട് പോയില്ലേ? പക്ഷെ ചേട്ടന് എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട്. നിനക്ക് ഇതിന്റെ പെറിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി, എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത്? ചേട്ടാ, വേറെ ടോക്കാണ് പോണത്. പറയാൻ പറ്റില്ല. പറ, ഇത്രയും നീ പറഞ്ഞില്ല, അത് കൂടെ പറ. ഒരു പ്രൊഡ്യൂസർ ഇരിക്കുന്നു, പറയാൻ പറ്റില്ല. അല്ല, പറ, നീ പറഞ്ഞോ. അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ഞാനല്ലല്ലോ വെളുപ്പിക്കുന്നത്, എനിക്ക് അക്കൗണ്ടിലാണ്. ഇതൊന്നെന്താണ്, അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടുള്ള? എല്ലാരും വെളുപ്പിച്ചില്ലേ? പൈസ എല്ലാം വന്നില്ലേ? പ്രേക്ഷകര് നിരാശയിലാണ്.
പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കാതെ ഒന്നുമല്ല ഒരു സിനിമ ഇറങ്ങുന്നത്. ഇത് ഇറങ്ങുമ്പോ അങ്ങനെ ഇപ്പൊ അത്രയും സിനിമ ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല. 150 സിനിമ ഇറങ്ങുന്നുണ്ട്. 12 മാസമല്ലേ ഉള്ളൂ, 365 ദിവസമുള്ളൂ. 150 ദിവസമൊക്കെ ആൾക്കാർക്ക് സിനിമ കണ്ടുണ്ട്. അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മണ്ണെണ്ണയും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളുണ്ട്. ഓരോ 2 മാസം ഇടവിട്ട് നീ ഹൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും, ഹോട്ടൽ പൂട്ടും, കട തുടങ്ങും. അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പലതും വരും, പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും. ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു 100 കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ. നമുക്ക് ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പം അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ഒരു സിനിമ ചെയ്യും. അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യത ഇല്ലെങ്കിൽ അവർക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമാണ്. കിട്ടിയാ കിട്ടി, പോയാൽ പോട്ടെ. ലോട്ടറി എടുക്കുന്ന പോലെയാണ്. മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങളെ നീ മാനിക്ക് വെച്ചിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക, എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തൂടെ. അല്ല, അതിനകത്ത് പൊട്ടുമെന്നല്ല പറയുന്നത്. പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ, ഈ പടക്കം പൊട്ടില്ല, ഇത് പൊട്ടിയാലും അത് ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരം തുടങ്ങണം, അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത്. എല്ലാവർക്കും ആ സിനിമ ആരുടെയെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം, അപ്പൊ ആ പടത്തെ പറ്റി നല്ല അഭിപ്രായം പറയണം. അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാ? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണണം നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അല്ലല്ല, സിനിമയെ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലിയെ സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ. അല്ലല്ലോ, നീ പറഞ്ഞേക്ക്. ആവശ്യമില്ലാത്ത നീ ചെയ്ത പോലെ തന്നെ അവനും ഇതായിട്ട് ചോദിക്കണം. ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താണെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. മോനെ ഒരു സെക്കൻഡ്, അതായത് അത് സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. സിനിമ പൊളിയുന്നു, ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇല്ല പോട്ടെ മോനെ, സമരത്തിലേക്ക് പോണോന്ന് ഞങ്ങളല്ല. പോട്ടെ, നീ ഇപ്പോ അവനത് പറഞ്ഞിട്ട് നീ അത് പറഞ്ഞിട്ട് പോയാ താഴെ ഇടുന്ന കമന്റ് വായിച്ചിട്ടാണോ നീ പറയാ കള്ളപ്പടം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ട് അതിന് പറയാ? എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന്? നീ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയാമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. എടാ നീ കേട്ടോ? അല്ലല്ല, അവനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം നീ കേട്ടോ. എടാ ഒരു കാര്യം നീ കേട്ടോ. അല്ല, അവനൊരു ഒരു കാര്യം പറഞ്ഞോ. മോനെ, എടാ നീ അവിടെ അവനെ നിങ്ങൾ കോർണറിയല്ലേ? എടാ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത്. ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും വെറുപ്പിക്കാതിരിക്കുക. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ആളാ. നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാര് നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ.
നീ ഇത്ര തവണ ഞാൻ പറയുന്ന സമയത്ത് നീ ആ. മോനെ കുഴപ്പമില്ല. ഇതിനെയും അതിന്റേതായ രസത്തിൽ തന്നെ എടുത്താൽ മതി മോനെ, കുഴപ്പമില്ല. ചോദിച്ചോ. മതി. എന്നോട് ഇനി ഉത്തരം പറയാനില്ല ഞാൻ. അല്ല ഈ ടോപ്പിക് ഇത് കല്ല് വെച്ചെറിയുന്ന ആളില്ലാഞ്ഞിട്ടാ നിന്റെ പിൻഗാമിയാക്കിയടാ. എന്തൊരു കഷ്ടാടാ ഇവന്മാരെ കൊണ്ട്. ഞാൻ ആ മത്സരത്തിന് ഇല്ല. സത്യം പറയട്ടെ, ഭയങ്കര അസൂയോടെ ഇരിക്കുകയാണ്. ഞാൻ ഈ മത്സരത്തിന് ഇതിത്ര ഒരു മത്സരമാണ്, ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത്. പ്രമോഷൻ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി ചിലർ. അവൻ അതിലടിച്ചു, ഇവൻ അതിലടിച്ചു, ഇവൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പൊതുവെ ഒരു ഇന്റർവ്യൂ, നമുക്കൊരു ഇന്റർവ്യൂവിന്റെ പോക്ക്, ഇപ്പൊ ഒരാള് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക, തിരിച്ചു പറയുക, അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. കാരണം ഞാൻ ബാക്കിയുള്ളവർക്കൊരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ, ജീവക്ക് ചില സാധനങ്ങൾ ഇട്ട് പറയാനുള്ള ഗ്യാപ്പ്. പിന്നെ ഞാൻ ബേസിലൂടെ വർഷം കേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ച് കൗണ്ടർ അടിക്കുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാം ചിലവർ ഇപ്പോൾ രമേശന്റെ കേസിൽ രമേശൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്തെന്ത് പറയണം എന്നുള്ള ഡീപ്പ് തിങ്കിങ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴും രമേശല്ലേ ഇപ്പൊ ഒരെണ്ണം അടിച്ച് ഇനി ഇതിന്റെ മുകളിൽ അടിക്കണല്ലോ. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുൾ ആയി ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കൂല. ഞാന് വളരെ പണ്ട് ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ റഫ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞു തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറയും ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എൻ്റെ തലയിൽ ഏതോ ഞെരപ്പിക്കൂടെയൊക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. എന്റെ തട്ടമാണ് കിങ്. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മുതലാളി പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവ് എന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നത്. കാരണം എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം എടുത്തില്ല. അയ്യോ എന്റെ പൊന്നട സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷം കേസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മളെ ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ. കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സിനിമയെ കുറിച്ച് നമുക്കൊരു 5-10 വാക്കിൽ തീരും. അല്ലെങ്കിൽ അതെല്ലാരും വന്നിട്ട് എന്താ പറയുന്നത്, സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റൂല, ഇതിൽ ഇത്രേ പറയാൻ പറ്റൂ, ഇങ്ങനെയല്ലേ പറയുള്ളൂ, ഇതൊരു ഇങ്ങനെയാണ്. അപ്പൊ ബാക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും. ബാക്കിയുള്ളത് വെറും ചിറ്റ് പോലത്തെ കോൺവെർസേഷൻ ആണ്, കാഷ്വൽ കോൺവെർസേഷൻ. നീ പറഞ്ഞ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിൽ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമെന്നൊരു ഭയം ഉള്ളത് കൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും. അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാന്ന് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാ ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത്. അപ്പൊ ഞാൻ കൂട്ടത്തിൽ വന്ന് വെറുതെ ഇരുന്ന് പറയുമ്പോ ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും ഒരു പിണ്ണാക്കും ആലോചിക്കുന്നില്ല. അവിടെ ഇരുന്ന്
ഇപ്പൊ ഉണ്ടാക്കിയ ഒരു സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് ഏത് ആ ആലോചിച്ച് കിട്ടിയ അതാണ് സാധനമാണ്. ആലോചിച്ച് കിട്ടിയതാ. ഇത് ആലോചിച്ച് കിട്ടിയതാണ് ഈ സാധനം. അതാണ് ആലോചന കിട്ടിയതാ. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. ഇല്ല, ഇല്ല, ഇല്ല. സാർ നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ട കേട്ടോ, നമ്മളൊരു ഒറ്റ കെട്ടാ, ഞാനും നീയും. നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രുവുള്ളൂ ഇനി ഇവിടെ. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിതില്ല, ഇതില്ല, ഞാനില്ല. എടാ, പടമില്ലടാ. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. വരൂ, നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഗാനം ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? പണ്ട് NSSന്റെ ഗാനം ക്ലീനാക്കിയിട്ടുള്ള നമുക്ക് ഇപ്പൊ പോയി ചെയ്യാം. റെഡിയാണ്? ആരെങ്കിലും വരുന്നുണ്ടോ ഗാനം ക്ലീനാക്കാൻ? സ്കോർ ചെയ്ത്